Uniqueness of series. In this topic, we are going to discuss the uniqueness of Taylor series and Lorentz series. First, we have theorem about Taylor series. If a series sigma n equal to 0 to infinity n into z minus z naught all raised to n ഒരു പവർ സീരീസ് ആണ്, കൺവേർജസ് ടു എഫ് ഓഫ് സെഡ്, അത് എഫ് ഓഫ് സെഡ് എന്ന ഫംഗ്ഷനിലേക്ക് കൺവേർജ് ചെയ്യുന്നു അറ്റ് ആൾ പോയിൻറ്റ്സ് ഇൻറ്റീരിയർ ടു സം സർക്കിൾ മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു 6. ഒരു പവർ സീരീസ് എഫ് ഓഫ് സെഡ് എന്ന ഫംഗ്ഷനിലേക്ക് കൺവേർജ് ചെയ്യുന്നു ഇൻ എ സർക്കിൾ, അതായത് അതിൻ്റെ സർക്കിൾ ഓഫ് കൺവേർജൻസ് ആയിരിക്കും. ആ സർക്കിളിൻ്റെ ഇൻറ്റീരിയറിലെല്ലാം അത് കൺവേർജൻ്റ് ആണ്. ദെൻ ഇറ്റ് ഈസ് ദ ടൈലർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് എഫ് എബൌട്ട് സെഡ് ഈക്വൽ ടു സെഡ് നോട്ട്. അങ്ങനെയാണെങ്കിൽ ഈ സീരീസ് എന്ന് പറയുന്നത് എഫിൻ്റെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ എബൌട്ട് സെഡ് നോട്ട് ആയിരിക്കും എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഏതൊരു ഫംഗ്ഷനും എഫ് ഓഫ് സെഡ് ഏതൊരു പവർ സീരീസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ സിഗ്മ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എ എൻ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റൈസ് ടു എൻ, സെൻറ്റർ സെഡ് നോട്ട് ആയിട്ടുള്ള ഒരു പവർ സീരീസ് നമ്മൾ കൺസിഡർ ചെയ്തു. അതൊരു ഫംഗ്ഷനിലേക്ക് കൺവേർജ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ആ പവർ സീരീസിൻ്റെ സം ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എഫ് ഓഫ് സെഡിൻ്റെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ ആയിരിക്കും ഈ പവർ സീരീസ് എന്നാണ് പറയുന്നത് ഇൻ ദി സർക്കിൾ ഓഫ് കൺവേർജൻസ്. ആ സർക്കിൾ ഓഫ് കൺവേർജൻസിലെ ഏത് പോയിൻ്റ് സെഡ് എടുത്താലും എഫ് ഓഫ് സെഡിൻ്റെ വിത്ത് റെസ്പെക്ട് ടു സെഡ് നോട്ട് ആയിട്ടുള്ള ടൈലർ സീരീസ് തന്നെയായിരിക്കും ഈ പവർ സീരീസ്. അതായത് ഒരു ഫംഗ്ഷൻ്റെ എബൌട്ട് സെഡ് നോട്ട് എന്നുള്ള പോയിൻ്റ് സെൻറ്റർ ആയിട്ടുള്ള ഒരു പോയിൻറ്റിലെ പവർ സീരീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടൈലർ സീരീസ് എന്ന് പറയുന്നത് അത് യുണീക്കായിരിക്കും എന്നാണ് പറയുന്നത്. യുണീക്ക്നെസ് ഓഫ് ടൈലർ സീരീസ്. ഇത് പ്രൂവ് ചെയ്യാനും നമ്മൾ ഇൻ്റഗ്രേഷൻ ടേം ബൈ ടേമിൽ ഉള്ള ആ ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് സെഡ് ഇൻറ്റു എസ് ഓഫ് സെഡ് എന്നുള്ള ഇക്വേഷൻ. ഇവിടെ എസ് ഓഫ് സെഡ് സമ്മിന് പകരം എഫ് ഓഫ് സെഡ് എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് പവർ സീരീസ് തന്നിട്ടുണ്ട്, അത് കൺവേർജ് ചെയ്യുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് സെഡും തന്നിട്ടുണ്ട്. വി കൺസിഡർ എ സി. ഒരു സി എന്ന് പറയുന്ന ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ, പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ സറൗണ്ടിങ് സെഡ് നോട്ട്. ഒരു സർക്കിൾ നമുക്ക് തന്നിട്ടുണ്ടല്ലോ, സെഡ് നോട്ട് സെൻറ്ററും 6 റേഡിയസും ആയിട്ടുള്ള. അപ്പോൾ സെഡ് നോട്ടിനെ സറൗണ്ട് ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് കോണ്ടൂർ സി നമ്മളെടുത്തു. ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ലൈങ് ഇൻ ദി സർക്കിൾ മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു 6. ആ സർക്കിൾ കംപ്ലീറ്റ്ലി കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറാണ് സി. ദെൻ വി ഹാവ് ദ ഇക്വേഷൻ ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് സെഡ് ഇൻറ്റു എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എ എൻ ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് സെഡ് ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റൈസ് ടു എൻ ഡി സെഡ് എന്നുള്ള ഇക്വേഷൻ നമുക്കുണ്ട് ഫോർ എനി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ജി ഓഫ് സെഡ്. So we define g of z as 1 by 2 pi I into 1 by z minus z naught whole raised to m plus 1 എന്നുള്ള ഫംഗ്ഷൻ g of z അങ്ങനെ ഡിഫൈൻ ചെയ്തു. ദെൻ g of z is കണ്ടിന്യൂസ് ആണ്, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് എക്സെപ്റ്റ് z നോട്ട് എന്നുള്ള പോയിന്റിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും അത് ഡിഫൈൻഡ് ആണ്. ദെൻ ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് സെഡ് ഇൻറ്റു എഫ് ഓഫ് സെഡ് ഡി സെഡ് നമുക്കറിയാം ഈ റിസൾട്ട് ഉണ്ട്. ദെൻ ഈ റിസൾട്ടിലെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമ്മൾ കാണുന്നു ജി ഓഫ് സെഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് വരുന്നത് ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് സെഡിന് പകരം ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് സെഡ് എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ സി 1 by 2 pi I 1 by z minus z naught whole raised to m plus 1 into f of z dz. So 1 by 2 pi I constant ആണ്, f of z dz divided by z minus z naught whole raised to m plus 1. സോ ഇക്വേഷൻ നമുക്കറിയാം, ഇത് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയുടെ എക്സ്റ്റൻഷൻ ഫോർമുലയുമായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു എം ഫാക്ടോറിയൽ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇതിനെ നമുക്ക് എഫ് എം ഓഫ് സെഡ് നോട്ട് എന്നെഴുതായിരുന്നു. ഇപ്പോൾ എം ഫാക്ടോറിയൽ ഇല്ല, അപ്പോൾ ആ എം ഫാക്ടോറിയലിനെ റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം, എഫ് എം ഓഫ് സെഡ് നോട്ട്
ഡിവൈഡ് ബൈ എം ഫാക്ടോറിയൽ എന്ന് എഴുതാം. ദിസ് ഈക്വൽ ടു ബൈ കോഷീസ് എക്സ്റ്റൻഷൻ ഫോർമുല. സോ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന ലെഫ്റ്റ് സൈഡിന് ഈക്വലായിട്ട് നമുക്ക് കിട്ടിയത് എഫ് എം ഓഫ് സെഡ് നോട്ട് ബൈ എം ഫാക്ടോറിയൽ എന്നാണ്. ഇനി റൈറ്റ് സൈഡ് കണ്ടു നോക്കാം. റൈറ്റ് സൈഡ് ഇതാണ്. അവിടെയും ജി ഓഫ് സെഡിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ എൻ ഈക്വൽ ടു സമ്മേഷൻ ലാസ്റ്റ് കൊടുക്കാം. നമുക്ക് ഇൻ്റഗ്രൽ കാണാം. ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് സെഡ് ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റൈസ് ടു എൻ ആണ് ഡി സെഡ്. ഇൻ്റഗ്രൽ ഓവർ സി 1/2 pi i 1 z minus z naught all raised to m plus 1 into z minus z naught all raised to n dz. So 1/2 pi i taken outside, integral over c e z minus z naught all raised to m plus 1 in a numerator substitute taken to numerator, we get z minus z naught all raised to n minus m minus 1 dz. അപ്പോൾ ഇത് നമുക്കറിയാം, ഇതിൻ്റെ റിസൾട്ട് നമുക്കറിയാം. അതായത് ഇൻ്റഗ്രൽ ഓവർ സി സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റൈസ് ടു എം ഡി സെഡ് എന്ന് പറഞ്ഞാൽ അത് 2πi ആണ്. ഇഫ് എം ഈക്വൽ ടു പവർ, ഈ പവർ എന്ന് പറയുന്നത് -1 ആണെങ്കിൽ 2πi ആണ്, 0 ആണ്, നോട്ട് ഈക്വൽ ടു -1, അതായത് അതർവൈസ്. സോ ഇവിടെ പവർ n-m-1 ആണ്, n-m-1. അത് -1 ആകുമ്പോൾ ഇതെന്തായിരിക്കും? 2πi ആയിരിക്കും. 2πi ഇഫ് ഇത് -1 ആകുമ്പോൾ ബാക്കിയുള്ള, അതായത് n-m-1 നോട്ട് ഈക്വൽ ടു -1 ആകുമ്പോൾ അത് എന്താവും? 0 ആയിരിക്കും. അപ്പോൾ -1 ആകുന്ന കേസ് എന്ന് പറയുമ്പോൾ വി ഗെറ്റ് n-m ഈക്വൽ ടു 0, ദാറ്റ് ഈസ് n ഈക്വൽ ടു m. സോ n ഈക്വൽ ടു m ആകുമ്പോഴൊക്കെ ഇത് 2πi ആയിരിക്കും, n നോട്ട് ഈക്വൽ ടു m ആകുമ്പോഴൊക്കെ അത് 0 ആയിരിക്കും. സോ ഈ സമ്മേഷൻ എങ്ങനെ വരും? ഇൻ്റഗ്രൽ ഓവർ സി ആണ് നമുക്ക് കിട്ടിയത്. ഒന്നുകൂടെ എടുത്തെഴുതിയാൽ ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് സെഡ് ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റൈസ് ടു എൻ ഡി സെഡ് ഈക്വൽ ടു 2πi if m ഈക്വൽ ടു n, 0 m നോട്ട് ഈക്വൽ ടു n. ദെർഫോർ നമുക്ക് സമ്മേഷനാണ് വേണ്ടത്. സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എ എൻ ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് സെഡ് ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റൈസ് ടു n. അതിൻ്റെ കൂടെ ഒരു 2πi കൂടെ ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, 1/2πi കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു 1/2πi ഉണ്ടാവും. കാരണം എന്താ, ഇങ്ങനെയാണ് ഇക്വേഷൻ. ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് സെഡ് ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റൈസ് ടു എൻ ഡി സെഡ് ഈക്വൽ ടു 1/2πi ഇൻറ്റു ഇൻ്റഗ്രൽ ആണ്. അപ്പോൾ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 1/2πi ഇൻറ്റു 2πi, ദാറ്റ് ഇസ് ഒന്നുകൂടെ മാറ്റി ചെയ്താൽ ആദ്യത്തിൽ 2πi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇഫ് എം ഈക്വൽ ടു n, 0 അതർവൈസ് എന്ന് കിട്ടും. സോ സമ്മേഷൻ എങ്ങനെ വരും? സമ്മേഷനിൽ ഇതിങ്ങനെ സമ്മേഷൻ ചെയ്തു പോകുമ്പോൾ m ഈക്വൽ ടു n ആകുമ്പോൾ, അതായത് ഈ എന്നിൻ്റെ സ്ഥാനത്ത് m വരുമ്പോൾ 1 എന്ന് കിട്ടും. ബാക്കിയുള്ള എല്ലായ്പ്പോഴും ഈ സമ്മേഷൻ എന്തായി മാറും? സമ്മേഷനിലെ ടേംസ് 0 ആയി മാറും. അപ്പോൾ കുറേ സീറോസ് കിട്ടും. 0 പ്ലസ് ഇനി m n ഈക്വൽ ആകുമ്പോൾ എന്ത് വരും? am എന്ന് വരും അല്ലേ? am ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 1 ആണ് വരിക. 1 am ഇൻറ്റു 1 പ്ലസ് അഗെയിൻ ബാക്കിയൊക്കെ 0. സോ സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എ എൻ ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് സെഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റൈസ് ടു എൻ ഡി സെഡ് ഈക്വൽ ടു എ എം എന്ന് കിട്ടും. ദെൻ ഇക്വേഷൻ ഇങ്ങനെ ആയിരുന്നു. ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് സെഡ് ഇൻറ്റു എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എ എൻ ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് സെഡ് ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റൈസ് ടു എൻ ഡി സെഡ്. ലെഫ്റ്റ് സൈഡ് നമുക്ക് നേരത്തെ കിട്ടിയത് എന്തായിരുന്നു? എഫ് എം ഓഫ് സെഡ് നോട്ട് ബൈ എം ഫാക്ടോറിയൽ എന്നായിരുന്നു. എഫ് എം ഓഫ് സെഡ് നോട്ട് ബൈ എം ഫാക്ടോറിയൽ. റൈറ്റ് സൈഡ് കിട്ടിയത് എ എം. അപ്പോൾ എ എം ഈക്വൽ ടു എഫ് എം ഓഫ് സെഡ് നോട്ട് ബൈ എം ഫാക്ടോറിയൽ. അപ്പോൾ എ എൻ എന്ത് വരും? എമ്മിൻ്റെ സ്ഥാനത്ത് n കൊടുത്താൽ മതി. എഫ് എൻ ഓഫ് സെഡ് നോട്ട് ബൈ എൻ ഫാക്ടോറിയൽ. സോ അവർ സീരീസ്, നമ്മുടെ സീരീസ് എങ്ങനെയാണ്? സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എ എൻ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റൈസ് ടു എൻ, ദാറ്റ്സ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ് എന്നായിരുന്നു.
അതിന് പകരം എന്തെഴുതാം? സിഗ്മ n ഈക്വൽ ടു 0 to infinity. ഇപ്പോൾ ഇവിടെ എ എന്നിന് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. fn ഓഫ് z നോട്ട് ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു z മൈനസ് z നോട്ട് ഓൾ റേസ് ടു n ഈക്വൽ ടു f ഓഫ് z എന്ന് എഴുതാം. ഇനി ഇതെന്ത് സീരീസാണ്? ഈ സീരീസ് നമ്മൾ ടൈലർ സീരീസ് എന്നാണ് ഈ സീരീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അങ്ങനെ വരും. f ഓഫ് z നോട്ട് പ്ലസ് f ഡാഷ് ഓഫ് z നോട്ട് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു z മൈനസ് z നോട്ട് പ്ലസ് f ഡബിൾ ഡാഷ് ഓഫ് z നോട്ട് ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു z minus z naught whole square plus etc. equal to f of z. That is, this is the Taylor series expansion of f of z about z naught in it. So that is the uniqueness of Taylor series in the circle of convergence. Next we have the uniqueness of Lorentz series theorem. If a series sigma n equal to minus infinity to infinity cn z minus z naught always n. ലോറൻസ് സീരീസിലാണ് പോസിറ്റീവ് ടേമും പോസിറ്റീവ് പവറും നെഗറ്റീവ് പവറും ഉണ്ടാകും. അതുകൊണ്ടാണ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്ന് എഴുതിയിട്ടുള്ളത്. ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 0 to infinity a n z minus z naught always to n plus sigma n equal to 1 to infinity b n divided by z minus z naught always to n converges to f of z for all points in some annular domain about z naught. Then it is the Lorentz series expansion for f in powers of z minus z naught for that domain. അതായത് ഒരു ഫംഗ്ഷൻ, ഒരു സീരീസിന് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു ദിസ് സീരീസ് എന്നെഴുതാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ സീരീസ് എന്നെഴുതാൻ പറ്റുകയാണെങ്കിൽ അത് ആ ഫംഗ്ഷൻ്റെ എന്തായിരിക്കും? ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ തന്നെയായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ടൈലർ സീരീസിൻ്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ ആ ഒരു സർക്കിൾ ഓഫ് കൺവേർജൻസിൽ ആ ഫംഗ്ഷന് ഏതൊരു പോയിന്റിലും ഉള്ള ലോറൻസ് സീരീസ് യുണീക്കായിരിക്കും. അപ്പോൾ നമ്മളൊരു ആനുലാർ റീജിയൻ സെറ്റ് നോട്ട് സെൻറ്ററായിട്ട് ഒരു ആനുലാർ റീജിയൻ കൺസിഡർ ചെയ്യാണ്. ലെസ് ദാൻ r1 ലെസ് ദാൻ മോഡ് z മൈനസ് ലെസ് ദാൻ z minus z naught less than r2, or r1 and r2 are positive real numbers. And f of z series തന്നിട്ടുണ്ട്. സിഗ്മ n equal to minus infinity to plus infinity cn z minus z naught all raised to n. അത് f of z-ലേക്ക് കൺവേർജ് ചെയ്യുന്നു. സമ്മ് f of z ആണ്. നേരത്തെ പോലത്തെ തന്നെ ആ സർക്കിൾ ഓഫ് കൺവേർജൻസ് അല്ലെങ്കിൽ ഈ ആനുലാർ റീജിയനിലാണ്. ഇവിടെ ലോറൻസ് സീരീസ് നമ്മളൊരു ആനുലാർ റീജിയനിലാണ് പറയാം. ആനുലാർ റീജിയനിൽ നമ്മളൊരു ക്ലോസ്ഡ് കോണ്ടൂർ കൺസിഡർ ചെയ്യാണ്. അതായത് ഇതാണ് നമ്മുടെ ആനുലാർ റീജിയൻ. ആദ്യത്തത് r1 റേഡിയസ്, രണ്ടാമത്തത് r2 റേഡിയസ് ആയിട്ട്. അതിനിടയ്ക്കുള്ള റീജിയനാണ് നമ്മൾ ആനുലാർ റീജിയൻ എന്ന് വിളിക്കുന്നത്. അവിടെ ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ, പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ സി കൺസിഡർ ചെയ്തു. ലൈയിങ് കംപ്ലീറ്റ്ലി ഇൻ ദി annular region r1 less than mod z minus z naught less than r2. Then we consider g of z define ചെയ്യാണ്. സെയിം g of z ആണ് ടൈലർ സീരീസിലെടുത്ത അതേ g of z 1/2 pi i into 1 z minus z naught all raised to m plus 1. Then സെയിം മെത്തേഡാണ് ഇൻ്റഗ്രൽ ഓവർ സി g of z into f of z dz കാണാം. അത് ഈക്വൽ ടു നമുക്കറിയാം എന്തായിരുന്നു? സിഗ്മ n ഈക്വൽ ടു 0 to infinity a n ഇൻ്റഗ്രൽ ഓവർ സി g of z ഇൻറ്റു z മൈനസ് z നോട്ട് ഓൾ റേസ് ടു n dz ആണ് നമുക്കറിയാം. അപ്പോൾ ഇതിൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും g of z സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കാണാം. സോ ലെഫ്റ്റ് സൈഡ് ഇൻ്റഗ്രൽ ഓവർ സി g of z ഇൻറ്റു f of z dz ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി 1/2 pi i 1 z minus z naught all raised to m plus 1 into f of z dz. Taken 1/2 pi i outside integral over c f of z dz divided by z minus z naught all raised to m plus 1 എന്ന് കിട്ടും. ഇവിടെ a n എന്നാണ് എഴുതിയത്. നമ്മൾ ആക്ച്വലി ഇറ്റ് ഈസ് നമ്മുടെ സീരീസ് cn എന്നാണ്. cn എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള തിയറത്തിൽ തന്നിട്ടുള്ള സീരീസ്.
Okay. So we get left side as 1 by 2 pi I integral over c f of z dz divided by z minus z naught all raised to m plus 1 എന്ന് കിട്ടും. ഇനി നമ്മൾ റൈറ്റ് സൈഡ് നോക്കാം. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഇത്രയാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നുള്ളൂ എന്ന് അതിൻ്റെ കോഫിഷ്യൻസ് നമ്മൾ നേരത്തെ ടൈലർ സീരീസിൻ്റെ കേസിൽ നമുക്കത് എഫ് എം ഓഫ് സെറ്റ് നോട്ട് ബൈ എം ഫാക്ടോറിയൽ എന്നൊക്കെ കിട്ടിയിരുന്നു. ഇവിടെ അത് എക്സ്പാൻഡ് ചെയ്യുന്നില്ല, നമ്മൾ ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇത്രയും ഫോം ചെയ്യുന്നുള്ളൂ. ഇനി നമ്മൾ റൈറ്റ് സൈഡ് നോക്കാം. റൈറ്റ് സൈഡ് വരുന്നത് എന്താണ്? സിഗ്മ n ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു അതുപോലെ ഇവിടെ മൈനസ് ഇൻഫിനിറ്റി ടു അവിടെയും ശ്രദ്ധിക്കണം കേട്ടോ, സോറി ഫോർ ദ മിസ്റ്റേക്ക്. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. ഓക്കെ, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സി എൻ അല്ലേ, സി എൻ ഇൻ്റർവൽ ഓവർ സി ജി ഓഫ് സെഡ് ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റൈസ് ടു എൻ ഡി സെഡ് ഇങ്ങനെയായിരുന്നു. സോ സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സി എൻ ഇൻ്റർവൽ ഓവർ സി 1 by 2 pi I g of z in substitute ചെയ്യാണ് 1 by z minus z naught all raised to m plus 1 z minus z naught all raised to n dz. Then sigma n equal to minus infinity to infinity cn 1 by 2 pi I taken outside, then integral over c ഇവിടെ എങ്ങനെ എഴുതാം? z minus z naught all raised to n അല്ലേ. ഇത് മുകളിലേക്ക് കൊണ്ടുപോയാൽ ന്യൂമറേറ്ററിലേക്ക് എടുത്താൽ n മൈനസ് എം മൈനസ് 1 ഡി സെഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ റിസൾട്ട് തന്നെ. ഈ ഇത്രയും ടേം 1 by 2 pi I ഇൻ്റർവൽ ഓവർ സി സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റൈസ് ടു എൻ മൈനസ് എം മൈനസ് 1 അതെന്ന് പറഞ്ഞാൽ 1 ആവും ഇഫ് എം ഈക്വൽ ടു എൻ, 0 അതർവൈസ് എം നോട്ട് ഈക്വൽ ടു എൻ. സോ വി ഗെറ്റ് that's equal to sigma n equal to minus infinity to infinity cn. പിന്നെ ഒന്നുകിൽ 1 ആവും അല്ലെങ്കിൽ 0 ആവും. 1 ആകുന്നത് എം എൻ ഈക്വൽ ആകുമ്പോൾ, അതായത് ഈ സീരീസ് ഇങ്ങനെ എഴുതുമ്പോഴേ നമുക്ക് കുറേ സീറോസ് കിട്ടും. ഇനി എമ്മും എന്നും ഈക്വൽ ആകുമ്പോൾ, അതായത് സി എമ്മിൻ്റെ കൂടെ 1 വരും, ബാക്കിയെല്ലാം പിന്നെ 0. അപ്പോൾ ദിസ് സീരീസ് ഈക്വൽ ടു സി എം എന്ന് മാത്രം കിട്ടും. അതായത് എമ്മും എന്നും ഈക്വൽ ആകുമ്പോൾ മാത്രമേ അതിന് വാല്യൂ ഉണ്ടാവുള്ളൂ, 1 എന്നുള്ള വാല്യൂ ഉണ്ടാവുള്ളൂ. 1 എന്നുള്ള വാല്യൂ ഉണ്ടാവുന്നത് ഈ 1 by 2 pi I ആ ടേമിനാണ്. ഇൻറ്റു സി എം എന്നുണ്ടാവും, ബാക്കി എല്ലാ ടേമിൻ്റെ കൂടെ ഇൻറ്റു 0 എന്നാണ് വരിക. സോ ദ റൈറ്റ് സൈഡ് ബിക്കംസ് ദാറ്റ് ഈസ് സിഗ്മ n ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സി എൻ ഇൻ്റർവൽ ഓവർ സി ജി ഓഫ് സെഡ് ഇൻറ്റു z minus z naught all raised to n dz equal to സി എം എന്ന് കിട്ടും. ലെഫ്റ്റ് സൈഡ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് 1 by 2 pi I ഇൻ്റർവൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റൈസ് ടു എം പ്ലസ് 1 എന്നായിരുന്നു. ഇൻ്റർവൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഡിവൈഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റൈസ് ടു എം പ്ലസ് 1 ഈക്വൽ ടു റൈറ്റ് സൈഡ് സി എം. സോ സി എം കാണാനുള്ള ഇക്വേഷനാണിത്. സോ സി എൻ കാണാനുള്ള ഇക്വേഷൻ എമ്മിന് എൻ എന്ന് കൊടുത്താൽ 1 by 2 pi I ഇൻ്റർവൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഡിവൈഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റൈസ് ടു എൻ പ്ലസ് 1 ഡി സെഡ്. ദാറ്റ് ഈസ് ഇതാണ് ലോറൻസ് സീരീസിലെ കോഎഫിഷ്യൻ്റ് കാണാനുള്ള ഇക്വേഷനാണിത്. അപ്പോൾ സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സി എൻ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റൈസ് ടു എൻ എന്നുള്ളത് ഈക്വൽ ടു എഫ് ഓഫ് സെഡ് എന്നായിരുന്നു. വേർ സി എൻ ഈക്വൽ ടു 1 by 2 pi I ഇൻ്റർവൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഡിവൈഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റൈസ് ടു എൻ പ്ലസ് 1. അപ്പോൾ ഈ സി എൻ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന സീരീസിനെയാണ് നമ്മൾ ലോറൻസ് സീരീസ് എന്ന് പറയുന്നത്. സോ എഫ് ഓഫ് സെറ്റിൻ്റെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഈ സീരീസ്. അതാണ് യുണീക്ക്നെസ് ഓഫ് ലോറൻസ് സീരീസ് എന്ന് പറയുന്നത്. നൗ വി കൺസിഡർ ദി മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് പവർ സീരീസ്. രണ്ട് പവർ സീരീസുകൾ തമ്മിൽ
എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എങ്ങനെയാണത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്നാണ് ചെക്ക് ചെയ്യുന്നത്. സോ വി ഹാവ് എ ക്വസ്റ്റ്യൻ യൂസിങ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സീരീസ് ടു ഷോ ദാറ്റ് e raised to z divided by z into z square plus 1 equal to 1 by z plus 1 minus 1 by 2z minus 5 by 6 z square plus etc. in 0 less than mod z less than 1. അതായത് ആ സീരീസ് എക്സിസ്റ്റ് ചെയ്യുന്ന കൺവേർജ് ചെയ്യുന്ന ഡൊമൈനാണ് 0 ലെസ് ദാൻ മോഡ് സെറ്റ് ലെസ് ദാൻ 1. അപ്പോൾ നമുക്ക് ഇതിൽ ഓരോന്നിൻ്റെയും സീരീസാണ് നമ്മൾ എഴുതുന്നത്. ഈ റേസ് ടു സെഡിൻ്റെ സീരീസ് നമുക്കറിയാം 1 പ്ലസ് z by 1 factorial plus z square by 2 factorial plus etc. അപ്പോൾ ഈ റേസ് ടു z by z ഇത്രയും കൺസിഡർ ചെയ്യാം. ഓൾ ഡിവൈഡ് ബൈ z 1 by z പ്ലസ് 1 പ്ലസ് z by 2 ഫാക്ടോറിയൽ. അടുത്ത ടേം ഇവിടെ വരുന്നത് z ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ. അപ്പോൾ z കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ z സ്ക്വയർ ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര വരും. അടുത്തത് z ക്യൂബ് ബൈ 4 ഫാക്ടോറിയൽ അങ്ങനെ വരും. അപ്പോൾ ആദ്യത്തെ ഈ റേസ് ടു സെഡ് മോഡ് സെഡ് ലെസ് ദാൻ ഇൻഫിനിറ്റിയിൽ വാലിഡാണ്. ഇതിൽ സീറോനെ ഒഴിവാക്കണം, കാരണം സെഡ് സീറോ ആയാൽ ഈ റേസ് ടു സെഡ് ബൈ സെഡ് അനാലിറ്റിക് അല്ല. സോ അവിടെ സീറോനെ ഒഴിവാക്കി 0 ലെസ് ദാൻ മോഡ് സെഡ് ലെസ് ദാൻ ഇൻഫിനിറ്റിയിലാണ് ഈ സീരീസ് ഈ റേസ് ടു സെഡ് ബൈ സെഡിൻ്റെ സീരീസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് 1 ബൈ സെഡ് സ്ക്വയർ പ്ലസ് 1 ആണ് ഈ പാർട്ട്. അതായത് 1 ബൈ സെഡ് സ്ക്വയർ പ്ലസ് 1 അല്ലെങ്കിൽ എങ്ങനെ എഴുതാം 1 ബൈ 1 പ്ലസ് സെഡ് സ്ക്വയർ. അപ്പോൾ 1 ബൈ 1 പ്ലസ് സെഡിൻ്റെ നമുക്കറിയാം 1 മൈനസ് സെഡ് പ്ലസ് സെഡ് സ്ക്വയർ മൈനസ് സെഡ് ക്യൂബ് പ്ലസ് എക്സെട്ര. അപ്പോൾ 1 ബൈ 1 പ്ലസ് സെഡ് സ്ക്വയറിൻ്റെ എങ്ങനെ വരും, സെഡിൻ്റെ സ്ഥാനത്ത് സെഡ് സ്ക്വയർ കൊടുത്താൽ മതി. 1 മൈനസ് സെഡ് സ്ക്വയർ പ്ലസ് സെഡ് റൈസ് ടു 4 മൈനസ് സെഡ് റൈസ് ടു 6 പ്ലസ് എക്സെട്ര. ഇത് വാലിഡ് ആവുന്നത് എവിടെയാണ്, 1 പ്ലസ് സെഡ് സ്ക്വയർ 0 ആവുന്ന പോയിന്റിൽ ഒഴിക്കുക. 1 പ്ലസ് സെഡ് സ്ക്വയർ 0 ആവുന്ന പോയിന്റ്, ദാറ്റ് ഈസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു -1 സെഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് i. ദാറ്റ് ഈസ് മോഡ് സെഡ് 1 ആവാൻ പാടില്ല, മോഡ് സെഡ് നോട്ട് ഈക്വൽ ടു 1. അപ്പോൾ എങ്ങനെ എഴുതാം, 0 ലെസ് ദാൻ മോഡ് സെഡ് ലെസ് ദാൻ ഇൻഫിനിറ്റിയിലായിരുന്നു. 0 ലെസ് ദാൻ മോഡ് സെഡ് ലെസ് ദാൻ 1ൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് e റേസ് ടു z ഡിവൈഡ് ബൈ z ഇൻറ്റു z സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പോൾ എല്ലാ സീരീസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. e റേസ് ടു z ബൈ അങ്ങനെ എഴുതാം, ഇതിനെ e റേസ് ടു z ബൈ z ഇൻറ്റു 1 ബൈ z സ്ക്വയർ പ്ലസ് 1 എഴുതാം. അപ്പോൾ രണ്ട് സീരീസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ആദ്യത്തെ സീരീസ് e റേസ് ടു z ബൈ z എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു 1 ബൈ z പ്ലസ് 1 പ്ലസ് z ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് z സ്ക്വയർ ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് z ക്യൂബ് ബൈ 4 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ഇൻറ്റു രണ്ടാമത്തെ സീരീസ് നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് എഴുതിയ സീരീസ്, ഈ സീരീസ് 1 മൈനസ് z സ്ക്വയർ പ്ലസ് z റൈസ് ടു 4 മൈനസ് z റൈസ് ടു 6 പ്ലസ് എക്സെട്ര. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യാം, സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ ഓരോ ടേമിനെയും എല്ലാ ടേമും കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. സോ ബൈ എക്സ്പാൻഡിങ് വി ഗെറ്റ് 1 ബൈ z പ്ലസ് 1 പ്ലസ് z ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് z സ്ക്വയർ ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദെൻ അടുത്ത ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് z സ്ക്വയർ മൈനസ് z ക്യൂബ് ബൈ 2 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര. ദെൻ നെക്സ്റ്റ് ടേം പ്ലസ് z ക്യൂബ് പ്ലസ് z റൈസ് ടു 4 പ്ലസ് z റൈസ് ടു 5 ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. അങ്ങനെ ഒരുപാട് ടേമുകൾ ഉണ്ടാവും. ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ നമുക്ക് കിട്ടുന്നത് 1 ബൈ z പ്ലസ് 1 മൈനസ് z ബൈ 2 മൈനസ് 5 ബൈ 6 z സ്ക്വയർ പ്ലസ് 13 ബൈ 24 z ക്യൂബ് പ്ലസ് എക്സെട്ര. ഇത് എല്ലാ സീരീസും വാലിഡ് ആവുന്ന, അതായത് ഈ റേസ് ടു സെഡ് വാലിഡ് ആവുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും, മോഡ് സെഡ് ലെസ് ദാൻ ഇൻഫിനിറ്റി. ഈ റേസ് ടു സെഡ് ബൈ സെഡ് ആകുമ്പോൾ 0 ലെസ് ദാൻ മോഡ് സെഡ് ലെസ് ദാൻ ഇൻഫിനിറ്റി ആവും. പിന്നെ 1 ബൈ 1 പ്ലസ് സെഡ് സ്ക്വയർ വരുമ്പോൾ 0 ലെസ് ദാൻ മോഡ് സെഡ് ലെസ് ദാൻ 1 ആവും, കാരണം ഇവിടെ മോഡ് സെഡ് ലെസ് ദാൻ 1 ആവണം എന്നാൽ വാലിഡ് ആവുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി വാലിഡ് ആവുന്ന
സീരീസ്, അതായത് ഇതിൻ്റെയൊക്കെ കൂടെ ഇൻ്റർസെക്ഷൻ ആയിരിക്കും, അതെടുക്കുക. ദാറ്റ് ഈസ് 0 ലെസ് ദാൻ മോഡ് z ലെസ് ദാൻ 1 ആയിരിക്കും. സോ ദാറ്റ് ഈസ് ദി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സീരീസസ്. ആ ക്വസ്റ്റ്യനിലുള്ള എല്ലാ സീരീസുകളും എഴുതുക, ദെൻ മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ ഡൊമൈൻ ഡിറ്റർമിൻ ചെയ്യുക. നെക്സ്റ്റ് വി ഹാവ് ഡിവിഷൻ ഓഫ് പവർ സീരീസസ്. One question, use division of series to show that 1 by z square into sin hz equal to 1 by z cube minus 1 by 6 into 1 by z plus 7 by 360z plus etc. in 0 less than mod z less than pi എന്നാണ്. അപ്പോൾ ഇതിൽ sin hz-ൻ്റെ സീരീസ് നമുക്കറിയാം. sin hz എന്ന് പറയുന്നത് z plus z cube by 3 factorial plus z raised to 5 by 5 factorial plus etc. അങ്ങനെയായിരുന്നു sin hz-ൻ്റെ. അത് കംപ്ലീറ്റ് പ്ലെയിനിൽ അനാലിറ്റിക് ആണ്. ദാറ്റ് ഈസ് മോഡ് z ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ് അതിൻ്റെ ഡൊമൈൻ. ഇനി sin hz 0 ആകുമ്പോൾ ഇവിടെ പ്രോബ്ലം വരും. sin hz 0 ആവുന്ന പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ z 0 ആവുന്നത്, അതുപോലെ z n pi i, ജനറലി പറയുകയാണെങ്കിൽ n pi i ആവുമ്പോഴാണ് sin hz-ൻ്റെ സീറോസ് എന്ന് പറഞ്ഞാൽ z n pi i ആവുമ്പോഴാണ്, വേർ n in z ഇൻറ്റിജേഴ്സാണ് n. സോ വി ഗെറ്റ് 1 by sin hz ഈസ് അനാലിറ്റിക്. അത് അനാലിറ്റിക് ആവുന്ന എവിടെയാണ്? സീറോയിലാവില്ല. അപ്പോൾ സീറോനെ ഒഴിവാക്കണം. പിന്നെ അടുത്തത് ഏറ്റവും 0 കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്നത് n-ന് 1 കൊടുത്താൽ പൈ ഐ വരും. അപ്പോൾ 0 to pi ഡിസ്റ്റൻസിലാണ് അത് അനാലിറ്റിക് ആവുന്നത്, ഏറ്റവും ചെറുത്. പിന്നെ അതിനിടയ്ക്കൊക്കെ ഇങ്ങനെ ഡിസ്കണ്ടിന്യൂസ് ആയി പോകും. പൈ വരും, 2 pi i വരും, മൈനസ് പൈ ഐ വരും. സോ ഏറ്റവും ചെറിയ ഡൊമൈൻ എടുക്കണമെങ്കിൽ 0 ലെസ് ദാൻ മോഡ് സെറ്റ്. ഇത് സെൻറ്റർ 0 ആണ് ഇവിടെ എടുക്കുന്നത്. sin hz-ൻ്റെ മക്ലോറിൻ സീരീസ് ആണ് ഇപ്പോൾ നമ്മളിപ്പോൾ എഴുതിയത്. അപ്പോൾ സെൻറ്റർ 0 ആണ്. 0 ലെസ് ദാൻ മോഡ് സെറ്റ് ലെസ് ദാൻ പൈ. സോ ഇവിടെയാണ് നമ്മൾ എഴുതിയ ഈ സീരീസ് z plus z cube by 3 factorial plus z raised to 5 by 5 factorial plus etc. എന്ന് പറയുന്ന sin hz-ൻ്റെ സീരീസ് ഡിഫൈൻ ചെയ്യുന്നത് 0 ലെസ് ദാൻ മോഡ് z ലെസ് ദാൻ പൈയിലാണ്. നമുക്ക് വേണ്ടത് 1 by sin hz അല്ല, 1 by z സ്ക്വയർ ഇൻറ്റു sin hz ആണ്. സോ 1 by z സ്ക്വയർ ഇൻറ്റു sin hz സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. z plus z cube by 3 factorial plus z raised to 5 by 5 factorial plus etc. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എല്ലാത്തിനും z കോമൺ ആണ്. ഒരു z ഔട്ട്സൈഡ് എടുത്താൽ 1 by z cube into 1 plus z square by 3 factorial plus z raised to 4 by 5 factorial plus etc. ഇനി നമ്മൾ ചെയ്യുന്നത് സാധാരണ ഡിവിഷനാണ്. അതായത് 1-നെ ഈ ബ്രാക്കറ്റിലുള്ള സീരീസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദെൻ അതിനെ 1 by z cube കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അത്രയാണ് ചെയ്യുന്നത്. അതായത് ഇതിനെ എങ്ങനെ എഴുതാം? 1 by z cube ഇൻറ്റു 1 by ആ സീരീസ് 1 plus z സ്ക്വയർ by 3 factorial plus z raised to 4 by 5 factorial plus etc. അപ്പോൾ ഇത് കാണുന്നു, എന്നിട്ട് അതിനെ 1 by z cube കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ നൗ വി ഡിവൈഡ് ബൈ 1 by ടേം വരുന്നത് 1 plus z square by 3 factorial plus z raised to 4 by 5 factorial plus etc. അപ്പോൾ ഫസ്റ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 വരും. 1 plus z square by 3 factorial plus z raised to 4 by 5 factorial plus etc. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് z square by 3 factorial minus z raised to 4 by 5 factorial minus etc. ദെൻ നെക്സ്റ്റ് ടേം വരിക z സ്ക്വയർ ബൈ 3 ഫാക്ടോറിയൽ ആണ്. ദെൻ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് z സ്ക്വയർ ബൈ 3 ഫാക്ടോറിയൽ. നെക്സ്റ്റ് ടേം z റൈസ്ഡ് ടു 4 ബൈ 3 ഫാക്ടോറിയൽ ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. അങ്ങനെ ഒരുപാട് ടേംസ് വരും. ദെൻ വീണ്ടും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേം ക്യാൻസൽ ചെയ്ത് പോവും. ഇതിൽ z റൈസ്ഡ് ടു 4ൻ്റെ 2 ടേം വരും. അപ്പോൾ ഡിനോമിനേറ്ററൊക്കെ കോമൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മൈനസ് 1 by 5 ഫാക്ടോറിയൽ പ്ലസ് 1 by 3 ഫാക്ടോറിയൽ സ്ക്വയർ ഇൻറ്റു z റൈസ് ടു 4 എന്നാണ് പ്ലസ് എക്സെട്ര.
ദെൻ അടുത്ത ടേം ഇവിടെ വരിക ആ ടേം ആയിരിക്കും, അതായത് -1/5 ഫാക്ടോറിയൽ പ്ലസ് 1/3 ഫാക്ടോറിയൽ സ്ക്വയർ ഇൻറ്റു z⁴ എന്നുള്ള ടേമിലായിരിക്കും. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്ത് പോവും. സോ വി ഗെറ്റ് 1നെ 1 + z²/3 ഫാക്ടോറിയൽ പ്ലസ് z⁴/5 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് കുറച്ച് ടേമുകൾ നമ്മൾ എഴുതിയാൽ 1 - z²/3 ഫാക്ടോറിയൽ പ്ലസ് 1/3 ഫാക്ടോറിയൽ സ്ക്വയർ മൈനസ് 1/5 ഫാക്ടോറിയൽ ഇൻറ്റു z⁴ പ്ലസ് എക്സെട്ര അങ്ങനെ കിട്ടും. സോ 1 - z²/3 ഫാക്ടോറിയൽ 6 ആണ്, പ്ലസ് ഇത് രണ്ടും കൂടെ സിംപ്ലിഫൈ ചെയ്താൽ 7/360 എന്ന് കിട്ടും, z⁴ പ്ലസ് എക്സെട്ര. ദെൻ ഇനി ഇതിനെ നമുക്കൊരു 1/z³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്. അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 1/z³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ 1/z² ഇൻറ്റു സൈൻ hzനെയാണ് അങ്ങനെ എഴുതിയത്. ദാറ്റ്സ് ഈക്വൽ ടു ഇതിനെ 1/z³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1/z³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് 1/z³ മൈനസ് 1/6 ഇൻറ്റു 1/z എന്ന് വരും. 1/z മൈനസ് ഇവിടെ ഒരു z ബാക്കി ഉണ്ടാവും. 7 മൈനസ് അല്ല പ്ലസ് അല്ലേ, പ്ലസ് 7/360 ഇൻറ്റു z പ്ലസ് എക്സെട്ര ഇൻ 0 ലെസ് ദാൻ മോഡ് z ലെസ് ദാൻ പൈ. ഈ ഡൊമൈനിലാണ് ഇത് വാലിഡായിട്ട് എക്സിസ്റ്റ് ചെയ്യുക. സോ ദാറ്റ് ഈസ് ദി ഡിവിഷൻ ഓഫ് പവർ സീരീസസ്. താങ്ക് യു.